അടുത്തത് സർവർ സൈഡ് വേഴ്സസ് ക്ലയന്റ് സൈഡ്. അതിലോട്ട് കിടക്കാം. ഞാൻ വേരിയബിൾസിലോട്ടൊക്കെ വീണ്ടും തിരിച്ചു വരും. നമുക്കപ്പോൾ തൽക്കാലം ഈ ജാവാസ്ക്രിപ്റ്റിനകത്ത് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ. അടുത്തത് സർവറും ക്ലയന്റും. സർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്ത് ഈ ലൈക്ക് AWS അങ്ങനത്തെ സാധനങ്ങൾ. ഇതെന്തോ സർവർ സൈഡ് വേഴ്സസ് ക്ലയന്റ് സൈഡ് കോഡ്. ഓക്കെ, ലൈക്ക് സർവർ സൈഡ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ കേസിനകത്ത് നമുക്ക് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈ പേജിന്റെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ടാബ് ഓപ്പൺ ആക്കി ഇതിനകത്ത് നെറ്റ്വർക്ക് ഓപ്പൺ ആക്കിയാൽ നെറ്റ്വർക്കിനകത്താണ് ഇതിനകത്തോട്ട് ഡേറ്റാബേസോ അല്ലെങ്കിൽ സെർവറിൽ നിന്നോ വരുന്ന ഡേറ്റയും ഈ ഒരു സാധനം ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ അതും കാണിക്കുന്നത്. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാന്ന് അറിയാമല്ലോ. ഇവിടെ 2 APIs ആണ് പോയത്. ഇവിടെ ഞാൻ ഫെച്ച് കൊടുത്തേക്കുന്ന API മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓള് കൊടുത്താൽ ഇതിനകത്തുള്ള ഐക്കൺ അടക്കം വരും. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഈ പറഞ്ഞ ഐക്കൺ JS അല്ലെങ്കിൽ അങ്ങനെ പാടുപെടേണ്ട കാര്യമില്ല. നമ്മുടെ XP മാനേജറിനകത്ത് എടുത്തു നോക്കിയാൽ XPM നിങ്ങൾ ചെയ്ത ആരുടെങ്കിലും കോഡ് കാണും. നമുക്ക് അത് എടുത്തു നോക്കാം. വിശ്വാസമില്ല. ഓക്കെ, ഇതിനകത്ത് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് അശ്വാക്കിന്റെ ഒരു കോഡ് എടുത്ത് നോക്കാം. അശ്വാക്കിന്റെ ബ്ലോഗ് അല്ല, അശ്വാക്കിന്റെ ഗിറ്റ് അസൈൻമെന്റ്. സോ ഇതൊരു അശ്വാക്കിന്റെ ഗിറ്റ് അസൈൻമെന്റ്. ഇതിനകത്ത് ഞാനിപ്പോ റീലോഡ് ആക്കുകയാണെങ്കിൽ കണ്ട ഈ ഇമേജ് എവിടെ നിന്നാ വന്നേ, ഈ പോർട്ട്ഫോളിയോ എവിടെ നിന്നാണ് വന്നത്, HTML. ഇത് രണ്ടും സെർവറിൽ നിന്നാണ് വന്നത്. ഐ മീൻ ആരുടെ സെർവർ എന്ന് ചോദിച്ചാൽ ഗിറ്റബിന്റെ സെർവറിൽ ഇത് സ്റ്റോർഡ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ലൈക്ക് ഇതെന്ന് പറയുന്നത് അപ്പൊ ആരുടെ സെർവറിലാണ് ഹോസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ആരുടെ എന്നുള്ളത് ഗിറ്റബിന്റെ ആണ്, ഗിറ്റബിന്റെ ഡൊമൈൻ ആണ്. അപ്പൊ ഗിറ്റബിന്റെ സെർവറിൽ നിന്നാണ് ഇമേജസ് വരുന്നത്. സോ അതാണ് സെർവർ സൈഡ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ക്ലയന്റ് അല്ല, ഇതല്ല സെർവർ സൈഡ്. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞത് ഒരു സെർവറിൽ നിന്നാണ് ഈ പറഞ്ഞ കോഡ് അത്രയും വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് ആണ്. ക്ലയന്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൗസറിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഈ ക്ലയന്റ് സൈഡ് വേഴ്സസ് സെർവർ സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ കേസിനകത്ത് ഞാൻ ഈ പേജ് ലോഡ് ചെയ്യുമ്പോഴാണ് ജാവാസ്ക്രിപ്റ്റ് ലോഡ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പോൾ തന്നെയാണ് ഈ HTML ജാവാസ്ക്രിപ്റ്റ് ലോഡ് ആവുന്നത്. ഇതിനകത്തോട്ട് ഈ സാധനങ്ങളൊക്കെ ഇൻജക്ട് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്റെ ബ്രൗസറിനകത്താണ് സംഭവിക്കുന്നത്. അത്രയും ഓക്കെ അല്ലേ? അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഐ മീൻ ലൈക്ക് ആ ഒരു ജാവാസ്ക്രിപ്റ്റ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന ജാവാസ്ക്രിപ്റ്റ് മൊത്തം ഞാൻ ഈ ഒരു പേജ് എന്റെ ബ്രൗസറിനകത്ത് ലോഡ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ക്ലയന്റ് സൈഡ്. ജാവാസ്ക്രിപ്റ്റിന്റെ ലോഡിങ്ങും കമ്പൈലേഷനും ആ സാധനമൊക്കെ നടക്കുന്നത് ക്ലയന്റിന്റെ സൈഡ്, അഥവാ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ സൈഡിലാണ്. അതാണ് ക്ലയന്റ് സൈഡ്. ഇനി സെർവർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർവറിൽ വെച്ച് തന്നെ കോഡുമായിട്ട് ഇൻജക്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർവർ സൈഡിൽ തന്നെ ചെയ്തിട്ട് അതിനെ ബ്രൗസറിലോട്ട് അയക്കും. അപ്പൊ ബ്രൗസറിന്റെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രൗസറിനകത്ത് ഈ ഒരു എക്സിക്യൂഷന്റെ ടൈം കുറയും. കാരണം ഓൾറെഡി ഈ സാധനത്തിന്റെ കോമ്പിനേഷനും കമ്പൈൻ ചെയ്യുന്നതൊക്കെ ആ ഒരു എക്സിക്യൂഷൻ സ്റ്റെപ്പും കമ്പൈനേഷൻ സ്റ്റെപ്പും ഒക്കെ സെർവറിൽ നടന്നിട്ട് ആ ഒരു കോഡാണ് നമ്മുടെ ബ്രൗസറിലോട്ട് വരുന്നത്. അതാണ് സെർവർ സൈഡും ക്ലയന്റ് സൈഡിലുള്ള വ്യത്യാസം. ക്ലയന്റ് സൈഡ് ആണെങ്കിൽ മൊത്തം കമ്പ്യൂട്ടേഷൻ എന്റെ എൻഡിൽ നടക്കും, അഥവാ ക്ലയന്റിന്റെ എൻഡ് എന്ന് വെച്ചാൽ എന്റെ ബ്രൗസറിനകത്ത്. ഇനി സെർവർ സൈഡ് ആണെങ്കിൽ അത് മൊത്തം സെർവറിൽ നടക്കും, സെർവറിന്റെ കോസ്റ്റിൽ. അത് കഴിഞ്ഞ് ഔട്ടുള്ള കോഡ് മൊത്തം എന്റെയിലോട്ട് ഡൗൺലോഡ് ആവും. അടുത്തതെന്ന് പറയപ്പെടുന്നത് നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെയൊക്കെ HTML-നകത്ത് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കാണിച്ച പോലെ നമ്മുടെ ടിപ്പിക്കൽ CSS എഴുതുന്ന പോലെ എനിക്ക് വേറൊരു ഫയൽ ഉണ്ടാക്കിയിടാം. ആ ഒരു ഫയലിനെ ഇതിനകത്ത് ലിങ്ക് ചെയ്യാം. അതൊരു മെത്തേഡ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തേന്ന് പറയുന്നത് ഇന്റേണൽ മെത്തേഡാണ്. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ സ്റ്റൈൽ എന്ന് എഴുതി അതിനകത്ത് CSS കൊടുത്തില്ലേ, അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ട് അതിനകത്ത് എനിക്ക് അപ്പുറത്ത് കൊടുത്ത് സ്ക്രിപ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻലൈൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് കൈൻഡ് ഓഫ് ഇൻലൈൻ ആണോ എന്ന് ചോദിച്ചാൽ HTML-നകത്ത് തന്നെ ഞാനിപ്പോ ഇട്ട പോലെ ഹെഡിനകത്ത് വല്ലതും കാണും. എന്നിട്ട് ഓൺ ക്ലിക്കിനകത്ത് നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കും. എന്നുവെച്ചാൽ ബട്ടൺ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഓൺ ക്ലിക്കിനകത്ത് ഈ ഫംഗ്ഷന്റെ പേര് പറയും, ഇത് അങ്ങോട്ട് കോളാം. ഫംഗ്ഷൻ എന്താന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. ജസ്റ്റ് ഇവിടെ ഈ പേര് കൊടുക്കും. അപ്പൊ ആ പേരുള്ള കോഡ് എന്ന് പറയുന്നത് എന്റെ ഇതിനകത്ത് ഹെഡിനകത്ത് എവിടെയെങ്കിലും കാണും, അത് എക്സിക്യൂട്ട് ആവും. മൊത്തം 3 രീതി. ഒന്ന് എക്സ്റ്റേണൽ നമ്മൾ ചെയ്തേക്കുന്ന പോലെ, രണ്ടെന്ന് പറയുന്നത് ഇന്റേണൽ അഥവാ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി ഇട്ടിട്ട് നമ്മൾ സ്റ്റൈൽ കൊടുത്ത പോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് മൊത്തം കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ ഇടും, അങ്ങനെ എക്സിക്യൂട്ട് ആവും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണും. ലൈനിലേക്ക് ഇവിടെ നമുക്കിപ്പോ ഞാൻ ഈ കമന്റ് മാറ്റുകയാണ്. ഇവിടെ ഈ അപ്ഡേറ്റ്
നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണും. ഈ ബട്ടണിന് ഒരു ഓൺ ക്ലിക്ക് കാണും. ആ ഓൺ ക്ലിക്കിനകത്ത് നമ്മൾ അപ്ഡേറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. ഇത് മൂന്നാമത്തെ മെത്തേഡ്. അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡിനാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഇൻലൈൻ ആരും ഒരിക്കലും ഉപയോഗിക്കാറില്ല. കാരണം നമുക്ക് ഇതിങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഈ ഹെഡറിനകത്ത് ഉപയോഗിക്കാറില്ല. കാരണം ജാവാസ്ക്രിപ്റ്റ് കോഡ് നല്ല വലുതാവും. അപ്പോൾ ആ കോഡ് കച്ചറയാവും. നമ്മൾ CSS പറഞ്ഞ അതേ റീസൺ. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ വേറെ ഫയൽ എഴുതി സൂക്ഷിക്കാറാണ് പതിവ്, ഫോർ ദ സേക്ക് ഓഫ് റീയൂസബിലിറ്റി ആൻഡ് കോഡ് റീഡബിലിറ്റി.